യെസ് ഗൈസ്, 2 ദിവസം മുന്നേ, കറക്റ്റായി പറഞ്ഞ ഇക്കഴിഞ്ഞ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് കഴിക്കാൻ ടി വിയുടെ മുന്നിൽ ന്യൂസ് കാണാൻ വന്നിരുന്നതാണ്. ചാനൽ വച്ച ഉടനെ തന്നെ കണ്ടത് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയെപ്പോലെ ഒരാൾ ഒരു പെണ്ണിന്റെ നേരെ കത്തി ചൂണ്ടി നിൽക്കുന്നു, കസേര ഊങ്ങി തല്ലാൻ നിൽക്കുന്നു. എൻ്റെ ഉള്ളംകാലിൽ നിന്ന് ഒരു തരിപ്പ് കയറി നെഞ്ചി പിടിച്ചു. അപ്പോൾ മുതൽ എനിക്ക് രണ്ട് പറയണമെന്ന് തോന്നിയതാണ്. ആ കാഴ്ച കണ്ടപ്പോൾ സങ്കടമല്ല തോന്നിയത്, ദേഷ്യമാണ്. ആ ന്യൂസ് മുഴുവനും കണ്ടപ്പോൾ അതങ്ങ് കൂടി. 10 വർഷത്തിലേറെയായി പീഡനം സഹിച്ച് ജീവിക്കുകയായിരുന്നു പോലും അതുല്യ, മകൾക്ക് വേണ്ടി. എന്നിട്ട് ഒടുവിൽ മകൾക്ക് അമ്മയില്ലാതായി. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇനിയും എത്ര കാലം തുടരും? എത്ര എത്ര പേരുകൾ മാറി മാറി വരും? പ്രതികരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും പേടി തോന്നുന്ന സ്ത്രീകളെ നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു. സഹിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിലും കൊതിച്ച് ജീവിക്കുന്നു എന്ന് കേൾക്കാനാണ് സുഖം. അതിനുവേണ്ടി ഒഴിവാക്കേണ്ട ബന്ധങ്ങളെ ഒഴിവാക്കിക്കള. 17 വയസ്സിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 18 വയസ്സിൽ വിവാഹം കഴിച്ച പെൺകുട്ടിയാണത്ര അതുല്യ. ആ ചെറുപ്രായം മുതൽ എത്ര എത്ര നരകവേദനയിലൂടെ കടന്നുപോയി കാണും. എന്നിട്ടും ഒരു പ്രാവശ്യം പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുട്ടിക്ക് എന്താ തോന്നാതിരുന്നത്? ആണും പെണ്ണും തുല്യരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ആണും പെണ്ണും തുല്യരായിരിക്കാം, പക്ഷെ ഭാര്യയും ഭർത്താവും തുല്യരല്ല എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അതിന് ഉദാഹരണമാണ് എൻ്റെ ദേഷ്യം അവൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് ദേഷ്യം വരാതെ നോക്കേണ്ടത് അവളാണ്. അത് അവളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഭാര്യയെ തല്ലിയാലല്ലേ അവൾ നന്നാവൂ. ഭർത്താവുമ്പോൾ ഭാര്യയ്ക്ക് ഇട്ട് കണ്ടു കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള മണ്ടൻ എക്സ്പ്ലനേഷൻ. മറ്റൊരു ന്യൂസ് കണ്ടത് ഓർക്കുന്നു. മകള് വൈകി വീട്ടിൽ വന്നത് ഇഷ്ടപ്പെടാത്തതിന് അച്ഛൻ മകളെ കൊന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻസാണ് കാണേണ്ടത്. ഭർത്താവിന് ചെയ്യാൻ പറ്റാത്തത് അച്ഛൻ ചെയ്തു. അച്ഛൻ അഭിനന്ദനങ്ങൾ. ആഹാ, എന്തൊരു നല്ല ലോകം. പെണ്ണുങ്ങളെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കുക. നിങ്ങളുടെ വായിൽ നാവുള്ളിടത്തോളം കാലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ കയ്യിൽ തീക്കനൽ സൂക്ഷിക്ക്. തൊട്ടാൽ പൊള്ളട്ടെ. നിന്റെ ശരീരത്തെ വിഷപ്പാമ്പാക്കി മാറ്റ്. അടുത്താൽ വിഷം ചീറ്റി മുന്നോട്ടായി. നീ കണ്ണിൽ നോക്കി അവരെ ഭയപ്പെടുത്ത്. അവർ ഭയന്ന് പിന്മാറും. സഹിച്ച് ജീവിക്കാതെ കൊതിച്ച് ജീവിക്ക്.